ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. താൻ എന്താണോ കൈ പിടിച്ച് നോക്കിക്കുന്നത്? കൊടുക്ക അങ്ങോട്ട്. ശരി സർ, കൊടുക്ക. തന്ത്രി കഴിക്കത്. സർ, ഞാൻ പിന്നെ കഴിച്ചോളാം. തന്ത്രി, ഈ നിൽക്കുന്ന കൊള്ള സംഘത്തിന്റെ സംസാരം കേട്ടിട്ടാണെങ്കിൽ താൻ ഭക്ഷണം കഴിക്കാതിരിക്കണ്ട. താൻ അനുഭവിച്ച വിഷമങ്ങളൊന്നും ഇവർക്കാർക്കും മനസ്സിലാവില്ല. ഒരാൾ ചോദിച്ചു കേട്ടില്ലേ, ഞങ്ങളെ ഒന്നും ഇതുവരെ ആരും തട്ടിക്കൊണ്ട് പോയിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഒരു ദിവസം സംഭവിക്കുമ്പോ ഇവർക്ക് മനസ്സിലാവും ജീവിതത്തിലെ പേടി എന്താണെന്ന്. താനിത് കഴിക്ക്. വേണ്ട സർ. തന്നോട് അവിടെ ഇരിക്കാനാ പറഞ്ഞത്. ഇരിക്കുമോളെ, കഴിക്കേ. ഞാൻ വാരിത്തരാം. അയ്യോ, അതൊന്നും വേണ്ട സർ. ഞാൻ തരാന്ന്. കഴിക്കാനാ പറഞ്ഞ. കഴിക്ക്. കഴിക്ക്. കണ്ടില്ലേ ആന്റി, കിട്ടിയ അവസരം ഇവള് നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട്. ഇനിയിപ്പോ അളിയൻ ഇവളുടെ അടിമ തന്നെ. അമ്മയുടെ ഫൈറ്റർ ആവുന്നൊക്കെ നല്ലതാ, പക്ഷെ എന്റെ കൈയുടെ ചൂട് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നല്ലതായിരിക്കും കേട്ടാ. തല്ലാനെനിക്ക് മടിയൊന്നുമില്ല, മനസ്സിലായ? തല്ലി തുടങ്ങിയ പിന്നെ ഇടം വല്ല നോക്കൂല ഞാൻ. എല്ലാവരുടെ കാര്യത്തിൽ ഇത് തന്നെയാ. നേരേക്കും ജസ്റ്റ് മിസ്. എന്റെ ഭാര്യയ്ക്ക് ഭക്ഷണം കഴിക്കണം. വൃത്തികെട്ട കാഴ്ചകളൊന്നും ഈ സമയത്ത് ഇവളുടെ കൺമുന്നിൽ ഉണ്ടാവരുത്. എടോ, താനതൊന്നും നോക്കണ്ട, അതാ കഴിക്കേ. ആ കഴിക്കേ. ആരൊരു വാക്കുപോലും ചോദിച്ചില്ലല്ലോ സർ. പേടിച്ചോ, വേദനിച്ചോന്ന് പോലും. മോളെ, ഈ കുടുംബത്തിലുള്ളവർക്ക് ഇപ്പൊ അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. അവരൊക്കെ ഇപ്പോ വേറെ ഏതോ ഒരു ലോകത്താ. ജീവിതത്തിൽ സുഖം മാത്രമേ ഉണ്ടാവൂന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്ത്. അതൊക്കെ കാലം മാറ്റിയെടുക്കും, നോക്കിക്കോ. താനിത് കഴിക്കടോ. ആ കത്തിച്ചത് യതീന്ദ്രൻ സാറാണോ? അല്ല. രാജുവേട്ടനോ? അല്ല, ഞാനാ കത്തിച്ചത്.
തന്നെ കാണാതായ ടെൻഷനോടെ വന്ന് നിന്നപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും കാണുന്നുണ്ടല്ലോ ഇവിടെ വിളക്ക് വെച്ച് താൻ തൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയുന്നത്. പിന്നെ ഞാൻ വിളക്ക് കത്തിച്ച് തന്നെ കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു. താൻ ദേവിയുടെ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും കളിയാക്കി ചിരിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇന്ന് എനിക്ക് ബോധ്യമായി, ദേവിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് താൻ. അതുകൊണ്ടാ ഞാൻ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ എനിക്ക് കാണിച്ചു തന്നത്. ഞാനിതൊട്ടും പ്രതീക്ഷിച്ചില്ല. അല്ല സർ, അവർ 50 ലക്ഷം രൂപ എനിക്ക് വേണ്ടി ചോദിച്ചപ്പോ സാർ എന്തിനാ കൊടുക്കാൻ തീരുമാനിച്ചത്? അത്രയ്ക്കൊക്കെ വിലയുണ്ടോ എനിക്ക്? അത്രയ്ക്കല്ല, അതിന് മുകളില്. അവരെത്ര ചോദിച്ചാലും അത് ഞാൻ കൊടുക്കാൻ തയ്യാറുമായിരുന്നു നന്ദിനി. ബിക്കോസ് ഞാൻ ചെയ്ത പാപത്തിനത് പരിഹാരമല്ല. ഞാൻ എല്ലാവരോടും ഒരുപാട് സംസാരിച്ചു, മുഷിഞ്ഞ് തന്നെ സംസാരിച്ചു, സാറിനോടും. എടോ, അതൊന്നും ഒരു കാര്യമല്ല. എടോ, താൻ സംസാരിച്ച ഓരോ വാക്കിനും ഒരു പ്രത്യേകതയുണ്ട്. അതിലൂടെ താൻ എനിക്ക് എന്നെ കാണിച്ചു തരികയായിരുന്നു. ഞാൻ ഒരുപാട് മനസ്സിലാക്കാനുണ്ടായിരുന്നു. എപ്പോഴും എൻ്റെ ഭാഗം മാത്രം ചിന്തിച്ചിരുന്ന ഞാൻ തൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്കി. അപ്പോ വല്ലാത്ത കഷ്ടം തോന്നി. അതുപോട്ടെ, താനേ ടെസ്റ്റ് എടുക്ക്, നന്നായിട്ടൊന്ന് ഉറങ്ങ. പകൽ എനിക്കിടന്ന് ഉറക്കം വരില്ല സർ. എന്ന് പറഞ്ഞാ നേരെ അടുക്കളയിലേക്ക് ചെല്ലണം, പണിയെടുക്കണം അല്ലേ? അല്ലാണ്ട് പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയാലേ എന്റെ സ്വഭാവം മാറും കേട്ടാ. ഇന്ന് തനിക്ക് കംപ്ലീറ്റ് റെസ്റ്റാ. ഇവിടെ അങ്ങ് ഇരുന്നാ മതി, ഞാനും കൂടി ഇരിക്കാം. ചില നേരത്തെ എനിക്ക് തോന്നും സാർ വല്ലാണ്ട് മാറിപ്പോയിന്ന്. ചില നേരം തോന്നും ജീവിതത്തിൽ സാറിന് ഒരു മാറ്റവും വരില്ല എന്ന്. ഇതിലേതാ ശരി? എന്നെ കുറിച്ച് ഒരുപാട് ചിന്തിക്കൊന്നും വേണ്ടടോ. വെറുതെ എന്തിനാ ചിന്തിച്ച് മനസ്സില്ലാതാക്കുന്നത്? താൻ കിടന്നു.